എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5-6 ബ്ലൈൻഡ് സ്പോട്ടൊക്കെ കൃത്യമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സാറ ആൻഡ് ഹിമ. ക്ലാസ് വാസ് റിയലി വണ്ടർഫുൾ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എനിക്ക് അറിയാൻ പറ്റി. അതായത് ഇതുവരെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു വിഷയമല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞത്. അതിനുശേഷം ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ വിഷയം, ഞാൻ എന്താണ് മിസ് ചെയ്യുന്നത്. കാരണം നമ്മളെ കേൾക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിലോ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാത്ത കാര്യങ്ങൾ ഹിമ ഫസ്റ്റ് ഡേ തന്നെ അത് പോയിന്റ് ഔട്ട് ചെയ്ത്. എനിക്ക് അതാണ് അതിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് 1-to-1 എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വിഷയം വരുന്നില്ല. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് വേറെ ഒരാൾ ചെയ്ത് തരുന്ന ഒരു സ്ക്രിപ്റ്റ് ഞാനത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇൻ പബ്ലിക് സ്പീക്കിംഗ്, ലോട്ട് ഓഫ് ഇഷ്യൂസ്. കാരണം അതിന്റെ എവിടെ സ്ട്രെസ് കൊടുക്കണം, എവിടെ അതിനെ ഹൈ പിച്ചിലേക്ക് പോകണം, എവിടെയാണ് കറക്റ്റ് ആ ഇന്റർനേഷൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് ആള് പറഞ്ഞു തന്നു. ഇത്രയും കാലം ഞാനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു എന്റെ വിചാരം കേട്ടോ. ശരിക്കും അത് നിങ്ങളുടെ ഹിമ പറയുമ്പോഴാണ് ഞാൻ ശരിക്കും അത് മനസ്സിലാക്കി എടുക്കുന്നത്. ഓക്കെ, ഇതെല്ലാം എന്റെ ബ്ലൈൻഡ് സ്പോട്ടുകളാണ്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു 4-5 വിഷയങ്ങൾ. ഒന്ന്, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ ഓവർ സ്പീഡാണ്. ലൈക്ക് 1-to-1 അത്ര സ്പീഡല്ല, അതിൽ ഞാൻ ഭയങ്കര സ്പീഡാണ്. പിന്നെ ചില ലെറ്റേഴ്സ് എനിക്ക് ഞാൻ ഓവർ സ്ട്രെസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് മിസ്സാവുന്നു. ഇങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 5-6 ബ്ലൈൻഡ് സ്പോട്ടൊക്കെ കൃത്യമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ലേൺ. ഈ ഒരു 14 ദിവസത്തെ ക്ലാസ് പോയത് അറിഞ്ഞില്ല. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. താങ്ക് യു വെരി മച്ച്.